ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആയി, ഓഗസ്റ്റ് ഓൾമോസ്റ്റ് കഴിയാറായി അല്ലേ, ലാസ്റ്റായി. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ്. എന്താ പറയുന്നത്? നൈറ്റ് ഓഫ് സോഡ്സ്, ഫോർ ഓഫ് വാൻഡ്സ് ആൻഡ് ഹാങ്മാൻ. ഓക്കെ, ഐ ഫീൽ ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ചെറിയൊരു അഡ്വൈസ് ഉണ്ട്. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി. കുറച്ച് പേർക്ക് ഒരു വീട് എന്നുള്ളൊരു ഗൈഡൻസ് എനിക്ക് ഒരു കാര്യം ഇവിടെ ഫീൽ ചെയ്തു പെട്ടെന്ന്. വീട്, ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ശരി, നിങ്ങളുടെ സ്വന്തം ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഈവൻ വർക്ക് പ്ലേസിൻ്റെ കാര്യമായിരിക്കാം, വീടിൻ്റെ കാര്യം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. സോറി. പിന്നെ മേ ബി ഫാമിലി മാറ്റേഴ്സ്. ഓക്കെ, ഫാമിലി, വെഡ്ഡിങ്, ഫംഗ്ഷൻ. ഓക്കെ, എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു എടുത്തു ചാടി നിങ്ങൾ ചെയ്യരുത് കാര്യങ്ങൾ എന്നുള്ളൊരു വാർണിംഗ് ആണ്. ഹാങ്മാൻ ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോടൊന്ന് പോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന രീതിക്കാണ് കാണുന്നത്. വെയിറ്റ് മീൻസ് ഒന്നും ചെയ്യണ്ട എന്നല്ല, കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യൂ എന്ന രീതിക്ക്. ഓക്കെ, മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നമാണ്, റിലേഷൻഷിപ്പിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പ്രശ്നമാണ്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അവിടെ എടുത്തു ചാടി റിയാക്ട് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ്. എടുത്തു ചാടി ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പോവാം, അത് പിന്നെ അത് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നുണ്ട് ഒരല്പം സ്ലോ ഡൗൺ ചെയ്യൂ എന്ന രീതിക്കാണ്. നിങ്ങളോടൊന്ന് കോഷ്യസ് ആവാൻ പറയുന്നുണ്ട്, ഒരു കെയർഫുൾ ആവാൻ പറയുന്നുണ്ട്, ഒന്ന് സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഓക്കെ, ഇത് ഒട്ടും നീങ്ങുന്നില്ല എന്ന രീതിയിൽ ഹാങ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റക്കാണ് എന്നാ പറയും. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങളോട് പറയുന്ന ഒരു തൽക്കാലം ഒരു ചെറിയൊരു പോസ് എടുക്കൂ, ഒരു ബ്രേക്ക് എടുക്കൂ എന്ന രീതിക്കാണ്. ഓക്കെ, ഒന്ന് മാറി നിൽക്കൂ. അല്ലെങ്കിൽ കാരണം ഈ ഒരു സമയം അങ്ങനെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മേ ബി നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു, ഓക്കെ, നമ്മൾ നമുക്ക് പെട്ടെന്ന് അവരെന്തെങ്കിലും പറഞ്ഞ ഉടനെ നമ്മൾ തിരിച്ച് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പോകും അല്ലേ. സോ അവിടെ നമ്മൾ ആ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമയോടെ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറും. ഓക്കെ, മേ ബി നിങ്ങൾ ആ പേഴ്സൺ പറഞ്ഞതിനെ വേറൊരു രീതി കൂടി ചിന്തിക്കാനുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ സംഭവിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും, നിങ്ങളുടെ ലൈഫോ ഓഫീസിലോ എവിടെയോ എന്ത് പ്രശ്നമാണെങ്കിലും അതിനെ നിങ്ങൾ മറ്റൊരു കാഴ്ചപ്പാടിൽ കൂടി നിങ്ങളുടെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾ ചിന്തിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആവണമെന്നില്ല. ഓക്കെ, കാര്യങ്ങൾ അല്ലെങ്കിൽ മേ ബി ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള കാര്യമായിരിക്കാം. കാര്യങ്ങളെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. നിങ്ങളോട് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് എന്ന രീതിക്കാണ്. അതായത് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവണം എന്നല്ല. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞു, കുറച്ച് പേർക്ക് വീട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു, ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ അവിടെയും നിങ്ങളോട് പറയുന്നത് എടുത്തു ചാടി കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിസ്റ്റേക്സ് വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ്. സോ നിങ്ങളോട് പറയുന്ന ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. മേ ബി നിങ്ങൾ അതിനൊക്കെ വേഗം തീർക്കാനുണ്ടാവാം, തിരക്കുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യൂ. ഓക്കെ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോട്ടെ, ഒരു മണിക്കൂർ നിങ്ങളൊന്ന് ബ്രേക്ക് എടുക്കാം. ആ ബ്രേക്ക് എടുത്ത് നിങ്ങളൊന്ന് ഇരുന്ന് എല്ലാം ചിന്തിക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ, എന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇവിടെ പ്ലാനിങ് ആണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് പ്ലാൻ ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, എഴുതി നോക്കുക, എഴുതി വെക്കുക. നിങ്ങൾക്കിനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു അവിടെ എടുത്തു ചാടി എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കാതെ, കാരണം അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. സോ കാരണം ഇവിടെ കട്ടിങ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സോഡാണ് ഇവിടെ. സോഡ് എനർജി എപ്പോഴും നമ്മൾ പറയില്ലേ, സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ ഈവൻ ചെയ്യുന്ന ആക്ഷൻ ആയാലും ആ എടുത്തു ചാടി ചെയ്യുന്നത് ചിലപ്പോൾ അത് മിസ്റ്റേക്സിലേക്ക് പോകും. സോ ഇവിടെ നിങ്ങളോട് പറയുന്ന പ്ലാനിങ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യൂ എന്ന രീതിക്കാണ്. ഓക്കെ, സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി ആയിരിക്കാം, ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്ന കാര്യമായിരിക്കും, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമായിരിക്കും, മാരേജ് ആയിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, എന്ത് തന്നെയായാലും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യൂ, അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കും. ഓക്കെ, ബട്ട് ഇപ്പോൾ എടുത്തു ചാടി നിങ്ങളോട് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക, പ്ലാൻ ഔട്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ അഡ്വൈസ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു, എടുത്തു ചാടി ഒരു റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
അവരെ ഭാഗം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും വിട്ടുകൊടുക്കണം എന്നല്ല, മേ ബി. പക്ഷെ ഇവിടെ ഒരു ചിലപ്പോൾ അവരുടെ ഭാഗത്തും ചിലപ്പോൾ ശരി ഉണ്ടാവാം, പറയാൻ പറ്റില്ല അല്ലേ, വല്ലപ്പോഴൊക്കെ. അതുപോലെ നിങ്ങൾ കാണുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അഗൈൻ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് മേ ബി മറ്റുള്ളവർ പറയുന്ന ഒപ്പീനിയൻ ഒന്ന് കേൾക്കുക, അവരെന്താ പറയുന്നത്, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ. ഓക്കെ, പിന്നെ പോരാത്തതിന് നല്ലോണം പ്ലാനിങ് ചെയ്യാനാണ് പറയുന്നത്. മെയിൻലി അതാണ്, നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാനിങ് ചെയ്യൂ നിങ്ങൾ. ഓക്കെ, പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് വരും. ഓക്കെ, ആൻഡ് സോറി, നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി ഇത് ഓപ്പർച്യൂണിറ്റീസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. മേ ബി നിങ്ങൾക്ക് ഒന്നിലേക്ക് എടുത്ത് ചാടി ചിലപ്പോൾ കയറേണ്ട. ഇപ്പോൾ ജോലി, ഓക്കെ, പെട്ടെന്ന് ഓർമ്മ എന്ന് പറയാം. മേ ബി ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഓഫർ വന്നു, അതിനെടുത്ത് ചാടി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് വെയിറ്റ് ചെയ്ത് ആലോചിച്ച് മേ ബി നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസും വരും എന്നുകൂടിയായിരിക്കാം. റിലേഷൻഷിപ്പ് ആയാലും ശരി, മാരേജിൻ്റെ കാര്യമായാലും ശരി, മാരേജ് പ്രപ്പോസൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ചാടി ലൈക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ, ഓക്കെ, നെഗറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു യെസ് പറയാതിരിക്കുക. മേ ബി നിങ്ങൾക്ക് വേറെ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. സോ ഞാൻ കുറച്ച് കവർ ചെയ്യാൻ ശ്രമിച്ചാണ്. ലെറ്റ്സ് സീ. എന്താണിത് കുറച്ച് നേരമായിട്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ബിയോണ്ട് ദി ഓർഡിനറി, ബെയറിംഗ് ഫ്രൂട്ട്. നേരത്തെ ഞാൻ കണ്ടു ഇത് എൻ്റെ മനസ്സിൽ. ഐ മീൻ ഞാൻ ഷഫിൾ ചെയ്യാൻ എടുത്തപ്പോൾ തന്നെ കണ്ടതാണ്. ഓക്കെ, ഫീലിംഗ് ദ വേൾഡ്, സ്റ്റോറി ടെല്ലർ ആൻഡ് ഇയേഴ്സ് വൈഡ് ഓപ്പൺ. ഇതുണ്ട് എ ഡീപ് ബ്രെത്ത്. നിങ്ങളോട് പറയുന്ന ഒന്ന് ശ്വാസം വിടൂ. മേ ബി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. യൂണിവേഴ്സ് പറയുന്ന ഒന്ന് സ്ലോ ഡൗൺ ചെയ്യൂ, ഒരു ടേക്ക് എ ബ്രീത്ത്. ഓക്കെ, ഒന്ന് ശ്വാസം വിടും, എല്ലാം ഓക്കെ ആവും. ഓക്കെ, ഡോണ്ട് വറി, സ്ട്രെസ് ഔട്ട് ചെയ്യണ്ട. ആൻഡ് ഗ്രേറ്റ് ആൻഡ് ഫുൾ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നത് ഞാൻ ലാസ്റ്റ് പറയാം അല്ലേ. ഓക്കെ, ബിയോണ്ട് ദി ഓർഡിനറി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ഇത് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നല്ലത് എന്തൊക്കെയോ നടക്കും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളും ഉണ്ട് എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ ഒരു ഓർഡിനറി പേഴ്സൺ അല്ല എന്ന രീതിക്കും ആവാം. ഓക്കെ, ബെയറിംഗ് ഫ്രൂട്ട് എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സക്സസ്, അതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല ഫലം തീർച്ചയായിട്ടും കിട്ടും. ഡോണ്ട് വറി. ആൻഡ് ഫീലിംഗ് ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇതും ഓൾമോസ്റ്റ് ഈ ഇതിലല്ല. ഓക്കെ, എനിവേ നമ്മൾ ഇതിലും പറയുന്ന പോസിബിലിറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണ് എന്ന രീതിക്കാണ്. ഓക്കെ, വേൾഡ് മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണെന്ന് പറയാം. ഫീലിംഗ് ദ വേൾഡ് എന്നാണ്, എന്ന് വെച്ചാൽ എല്ലാം മനസ്സിലാക്കുക എന്ന രീതിക്കായിരിക്കും. ഓക്കെ, ഇയേഴ്സ് വൈഡ് ഓപ്പൺ പറയാം, എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം കാതെപ്പോഴും കുറിപ്പിച്ച് വയ്ക്കുക, കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാര്യങ്ങൾക്ക്, കാരണം ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കേൾക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാത് എപ്പോഴും ഒന്ന് കൂർപ്പിച്ച് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ലിസൺ കെയർഫുള്ളി. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യമില്ലേ, നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാൻ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പെട്ടെന്ന് നമ്മൾ റിപ്ലൈ കൊടുക്കും. ഓക്കെ, അതിന് പകരം വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അവർ പറയുന്നത് പറയട്ടെ, അതിൽ നിങ്ങൾക്ക് കേട്ട് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടാവാം. ഓക്കെ, സോ ഓൾവേസ് ലിസൺ പ്രോപ്പർലി, എന്നിട്ട് മാത്രം റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് എന്താ സ്റ്റോറി ടെല്ലർ എന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് മേ ബി കുറച്ച് പേർക്ക് എഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് എഴുതാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഥയോ കവിതയോ എഴുത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സൈൻ ഇവിടെ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സ് അത് ഫോളോ ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് മേ ബി നിങ്ങളുടെ സ്റ്റോറി എഴുതപ്പെടുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു നല്ല ലൈഫ്, നിങ്ങൾക്കൊരു സക്സസ്, നിങ്ങൾക്കൊരു സന്തോഷങ്ങൾ എല്ലാം എഴുതപ്പെടുന്നു എന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്തു. മേ ബി നിങ്ങൾക്ക് സ്വയം എഴുതാൻ സാധിക്കും എന്നുമായിരിക്കും. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്റ്റോറി ടെല്ലർ. അതായത് നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെയാണ് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ നമ്പേഴ്സ്, ഇതിൽ എപ്പോഴും ഞാൻ നമ്പേഴ്സ് പറയാറുണ്ട്. 4 ഉണ്ട് ഇവിടെ. നമ്മുടെ 4 ഓഫ് വാൻഡ്സിൻ്റെ കാർഡായിരുന്നു. സ്റ്റെബിലിറ്റി, ഹാപ്പിനെസ്, സന്തോഷം, സെലിബ്രേഷൻ. അത്രയും മനസ്സ് നമ്മളെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക, മറ്റുള്ളവരെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സക്സസ് വരുന്ന കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, മാരേജ് ആയിരിക്കാം, ഒരു ഫംഗ്ഷൻ ആയിരിക്കാം. ഓക്കെ, വല്ലവരെയും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ജോലിയുടെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, എന്തുമാവാം. ഓക്കെ, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ നമ്പർ 4 ഉണ്ട് ഇവിടെ. 45, 12, 13, 17, 33. ഓക്കെ, സോ 9, 3, 4 അഗൈൻ 4 ഒന്നും കൂടി വന്നിട്ടുണ്ട്. 8
ആൻഡ് 33 പറയുമ്പോൾ 6 ആണ്. 333 ഇവിടെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇവിടെയും 3 ആയിരുന്നു, ഇതും 3 ഉണ്ട്. 3 3 വന്നിട്ടുണ്ട്. 333 ഉണ്ട്. 4 ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാനും ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോഴേക്കും അത് നിന്നുപോയി. ഞാനിത് ആ 10 മിനിറ്റിനുള്ളിൽ തീരുന്നു വിചാരിച്ചാണ്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് മെല്ലെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ ബി കെയർഫുൾ, പ്ലാൻ ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എഴുതിയൊക്കെ വെക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഇനി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പ്ലാൻ ഔട്ട് ചെയ്യുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.